നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഡയറ്റൊന്നും ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ലേഡിയാണ്. ആ കുട്ടിക്ക് ആകെപ്പാടെ ഒരു 23-24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ 18ാമത്തെ വയസ്സിലാണ് എൻ്റെ മാരേജ് കഴിയുന്നത്. +2 ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, എക്സാം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആ ടൈമിൽ എങ്ങാണ്ടോ ആയിരുന്നു അതിൻ്റെ മാരേജ്. ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു എൻ്റെ ലൈഫ് പോയി. കാരണം 18 വയസ്സുള്ള കുട്ടി ഇനി ഹയർ സ്റ്റഡീസിനൊന്നും പറ്റില്ല, കല്യാണം കഴിഞ്ഞു, അങ്ങനെ പോകും, വീട്ടിൽ ഒതുങ്ങിക്കൂടും, ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വീട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു. ഓക്കെ, ആ കുട്ടിയും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ +2 കഴിഞ്ഞ് ഈ കുട്ടിയെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഹസ്ബൻഡ് അതിനെ ഡിഗ്രിക്ക് വിട്ടു. ഹസ്ബൻഡ് ഭയങ്കര നിർബന്ധമായിരുന്നു പഠിക്കണമെന്ന്. അങ്ങനെ BBA വിത്ത് ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിന് കൊണ്ട് ചേർക്കുകയാണ്. ഈ കോഴ്സ് കുട്ടി പഠിച്ചു കഴിഞ്ഞ് അതിന് പ്ലേസ്മെൻറ്റ് കിട്ടി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന പയ്യൻ ഗൾഫിലാണ്, ദുബായിലാണ്. അവിടെ പോയിട്ട് അവിടെ ദുബായ് എയർപോർട്ടിൽ ജോബ് ആയി. അപ്പോൾ അങ്ങനെ അത് ഒരു നല്ലൊരു സെറ്റിലായി ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് അതും പോരാ. പുള്ളിക്കാരന് ഈ കുട്ടിയെ UK വിട്ടിട്ട് വീണ്ടും പഠിപ്പിക്കണം. ഏതോ ഒരു കോഴ്സ് അവിടെ ചേർക്കാനാണ് പ്ലാന്. അവിടെ വിട്ട് പഠിപ്പിച്ചിട്ട് അവിടെ ഒന്ന് സെറ്റിൽ ആവാനുള്ള ഒരു തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ പറയാണ്, നമ്മൾ ആരെയും ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും ജനിക്കുന്ന സമയത്ത് അച്ഛൻ ഉണ്ടാവും അല്ലേ കൂടെ. അച്ഛൻ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കും. ചില അച്ഛന്മാരുണ്ട് കുട്ടികളെ മുറ്റത്ത് നിന്ന് ഇറക്കാതെ വളർത്തുന്നവർ. അതായത് ദൂരെ പോയി പഠിക്കരുത്, ദൂരെ പോയി ജോലി ചെയ്യരുത്, വീട്ടിൽ ഒതുങ്ങണം എന്നുള്ള രീതിയിൽ അവരെ വളർത്തുന്ന ഒരു അച്ഛന്മാരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവരുടെ ലൈഫിൽ വരുന്നത് പുരുഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. ഈ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആണെങ്കിൽ, അച്ഛന്മാർ എത്രയും എതിർക്കുന്ന ഒരു പെൺകുട്ടി ആണെങ്കിൽ പോലും ഹസ്ബൻഡ് ആ കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകും അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹസ്ബൻഡിനും വൈഫിനും ജോലി ഇല്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബം കേട്ടോ. ഭയങ്കര ഹൈഫൈക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ കുടുംബം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. എനിക്ക് പലരെ അറിയാം. കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് വൈഫിനെ ജോലിക്ക് വിടില്ല എന്നും പറഞ്ഞ് ഭയങ്കര വെമ്പിളക്കി നടക്കുന്ന ഒരുപാട് പേര് ലാസ്റ്റ് കുട്ടിയും പ്രാരാബ്ദവും ഒക്കെ ആയി പൈസ ഒന്നും തികയാത്ത അവസ്ഥ വരുമ്പോൾ പെണ്ണും കൂടെ ജോലിക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലെത്തി വൈഫിനെ ജോലിക്ക് വിടുന്ന പല ഫാമിലീസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും അതൊരു കുറച്ചിലായിട്ടൊന്നും ആരും കരുതരുത്. ഹസ്ബൻഡും വൈഫും കൂടെ അവർ തമ്മിൽ ജോലിക്ക് പോയി കുടുംബം ഒരു ചിട്ടയോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടല്ലോ. പൈസ ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക? ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാത്തിൻ്റെയും ഇപ്പം പലചരക്ക് സാധനമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ബാക്കി ദൈനംദിന ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എപ്പോഴും ഇപ്പം അങ്ങനെയുള്ളൊരു കുട്ടികൾ, അധികം ഏജ് ഇല്ലാത്ത കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ്സ് തന്നെ അവരെ ട്രൈ ചെയ്ത്, ഹസ്ബൻഡ്സ് അതിനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർ തന്നെ ട്രൈ ചെയ്ത് അവരെ കൂടെ ഉയർത്തി കൊടുക്കുക. അതാണ് എപ്പോഴും ബെറ്റർ. അല്ലാതെ അടുക്കളയിൽ കിടന്നിട്ട് സ്വന്തം സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാണ്ടായി ഒരു പെൺകുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിച്ച് അടുക്കളയിൽ കിടക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അത് ഹസ്ബൻഡിനെയും അവരുടെ ഒരു എല്ലാ കാര്യങ്ങളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. കാരണം ഈ പെൺകുട്ടിയുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ വേദനിച്ചല്ലേ അത് വീട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ അതും നെഗറ്റീവായിട്ട് ആ കുടുംബത്തെ ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കുട്ടി വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ആ കുട്ടി ആ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത് ശരിക്കും ദൈവത്തിന് തുല്യമായിട്ട് പറയണം. അത്ര ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ഭയങ്കര ഇൻറ്റിമസിയോട് കൂടിയാണ് ഹസ്ബൻഡിനെ പറ്റി ആ കുട്ടി പറയാം. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ഹസ്ബൻഡ്സൊക്കെ ഉണ്ടല്ലോ. സാധാരണ ഭാര്യമാരെ തീ കൊളുത്തി കൊല്ലലും വെട്ടിക്കൊല്ലലും ഒക്കെയാണ് എപ്പോഴും ഡെയിലി നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വെറൈറ്റി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.